മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. എന്റെ വീടേ, എത്ര നാളായി കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെയാണ് ഇവിടെ ഉള്ളവരൊക്കെ? അമ്മ ഏതാവത് സാപ്പിട കൊടുക്കമ്മ, പസിക്കതമ്മ. അയ്യോ പുറത്തുനിന്നാണോ? അവൻ നാട്ടുകാര് ആരേലും വിളിച്ചോണ്ട് പോയതായിരിക്കും. പക്ഷെ എവിടെ നിന്നല്ലേ കേട്ടെ? റോട്ടിൽ കൂടെ പോയാലും ഇപ്പൊ ഇവിടുന്ന് കേൾക്കുന്നല്ലോ തോന്നുന്നു. ஐயோ இங்க யாருமே இல்லையா? பசிக்குது, ஏதாவது கொடுங்கப்பா. ആരാ? അറിഞ്ഞൂടാ. ആരോ തമിഴ് കിടന്ന് എന്തൊക്കെയോ പറയണുണ്ട്. 2 തവണയായി തമിഴിലാ? ഏയ് കനാൻഡയുടെ ആരേലും എഴുന്നേലും നാട്ടിൽ നിന്ന് വല്ലതും വന്നായിരിക്കും അല്ലേ? പിന്നെ ആന്റി പറയില്ല നമ്മുടെ അടുത്ത്. இந்த முட்டை வைக்கிற செவியை கேட்காதா? പസിക്കുതടാ. ജസ്റ്റ് ലാൻഡഡ്. വിളിച്ചു പറഞ്ഞിട്ട് വന്നൂടെ? ഇതൊക്കെ സർപ്രൈസുകളുടെ മാസമല്ലേ, അപ്പൊ നമ്മൾ സർപ്രൈസ് കൊടുക്കണ്ടേ? എങ്ങനെയുണ്ട്? ഞെട്ടിയാ? ഞാൻ ഞെട്ടി. ഇതാ ലെവൽ ഞെട്ടിയെന്ന് നോക്കി. ഏയ് ഞാൻ ഞെട്ടിയില്ല. നീ എന്ത് പറഞ്ഞു? സർപ്രൈസിന്റെ സർപ്രൈസുകളുടെ മാസമല്ലേ? അതേത് മാസം? ഫെബ്രുവരി. സ്നേഹത്തിന്റെ, സർപ്രൈസിന്റെ മാസം. സർപ്രൈസിന്റെ, സ്നേഹത്തിന്റെ. കൊള്ളാം കൊള്ളാം കൊള്ളാം. നീ അപ്പൊ സ്നേഹം പങ്കിട്ട് കൊടുക്കാൻ വന്നേണാ? ആണെങ്കിൽ അങ്ങനെ തന്നെ അടുത്ത വണ്ടി കയറി പൊന്നുകൊള്ള തിരിച്ചു നോക്കൂ. അയ്യോടാ, നല്ലത് മാത്രം ചിന്തിക്കുന്ന ഒരു പുണ്യവാനായിട്ടുള്ള നല്ലവനായിട്ടുള്ള ഉണ്ണി. പോടെ ഇറങ്ങി പറയ്, എന്തൊക്കെയാണ് വാലന്റൈൻസ് ഡേ വീക്സ് പ്ലാൻസ്? വാലന്റൈൻസ് ഡേ നിറനായിട്ട് അല്ലടി, ഞാൻ കിളയ്ക്കാൻ പോണ്. 5 വാഴ വയ്ക്കാൻ പോണ്. നിനക്ക് എന്തിപ്പം? വിട്ടേക്ക്, അതിനെ കൊള്ളത്തുള്ളൂ. എന്റെ മക്കള് പോയി വാഴ വെക്കാം കേട്ടാ. അമ്മമ്മ കളയാതെ പസിക്കണേ. എന്തടാ? ആര്? രാജേഷന്നാ? രാജേഷന് താഴത്തെ ഡ്രോയിൽ ഒരു C4 എന്നൊരു ബോക്സ് ഉണ്ടാ. അതിനകത്തൊരു ബോക്സ് പൊട്ടിച്ചൊരു ഫോണുണ്ട്. അതും അതിൻ്റെ സ്ക്രീൻ ഗാർഡും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. ശരി. വൈ ഞാൻ വിളിക്കാം. ബ്രോ, ഈ പാറമട വീട്ടിലോട്ട് പോണ വഴി എവിടെ? പാറമട വീടോ? അത് ഇവിടെ നിന്ന് നേരെ അല്ല. ഹലോ, ആരെ കാണാനാ പാറമട വീട്ടിലോട്ട്? ഞാൻ അവിടെ ശിവാനിനെ കാണാൻ. ശിവാനിയെ കാണാനോ? അല്ല, ശിവാനിയുടെ ഫ്രണ്ടാണോ? ഫ്രണ്ടാ. അതിന് ശിവാനി അവിടെ ഇല്ലല്ലോ. ശിവാനി അവിടെ ഉണ്ടല്ലോ, ഇന്ന് കാലത്ത് വന്നല്ലോ. ഇന്ന് കാലത്ത് വന്നാ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. താനാരാ? ഞാൻ ഒരു അറിയാനുള്ള ഒരാളാ. അല്ല, ചെന്നൈയിലുള്ള ഫ്രണ്ടാണോ? അതെ. പിന്നെ ചെന്നൈ വെച്ച് കണ്ടാ പോരല്ലോ, എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് എന്തൊക്കെ അറിയണം? എനിക്ക് വഴി പറഞ്ഞു തരാൻ പറ്റുമോ? അത് വഴിയല്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതുവഴി പോലെ അവിടെ കാട്ടുപന്നിയും മറ്റേ പുലിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുവഴി പോലെ. പിന്നെ ഇതുവഴിയും പോണ്ട, അത് ഭയങ്കര ചുറ്റാ. അതായത് ഇതിലേ പോണം. ഇതിലെ നേരെ ചെല്ലുമ്പോൾ ട്രാൻസ്ഫോമർ ഉണ്ട്, അങ്ങോട്ട് പോലെ. ഇങ്ങോട്ട് തിരികെ നേരെ ചെല്ലുമ്പോൾ ട്രാൻസ്ഫോമർ ഉണ്ട്. ട്രാൻസ്ഫോമറിന്റെ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയരുത്.
ലെഫ്റ്റിലോട്ട് പോണം. ആ ലെഫ്റ്റിലോട്ട് പോണം. ലെഫ്റ്റിലോട്ട് പോകുമ്പോ ഒരു കടയുണ്ട്. ആ കടയിൽ ചെന്നിട്ട് ചോദിക്കരുത്. ചോദിച്ച ചിലപ്പോൾ തെറ്റിച്ച് പറയും. അവര് വീട്ടുകാരും തമ്മിൽ വലിയ ടീംസിൽ, അത് അവരും വീട്ടുകാരും തമ്മിൽ ടീംസിലല്ലല്ലോ. അപ്പോൾ അത് പറഞ്ഞ തെറ്റിച്ച് പറയും, അത് വേണ്ട. അപ്പൊ അവിടെ നിന്ന് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ കടയോട് ചേർന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നിൽക്കുമ്പോൾ ഒരു ബസ് വരും. എത്ര മണിയാടാ? അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് പോയിരിക്കും. വൈറ്റിലെ ജംഗ്ഷനിൽ കൊണ്ടിറക്കും. ആ അവിടെ എത്തിയിട്ട് ആർക്കും ചോദിച്ചാൽ അവര് പറഞ്ഞുതരും. അത്രേ ഉള്ളൂ. താങ്ക് യു. ഞാനിപ്പോ വഴി തെറ്റി പോയി ചേട്ടാ, കണ്ടില്ല. പിന്നെ വഴി തെറ്റിയാണ് വന്നത്, ഇതുവരെ വെറുതെ വന്നു ഇങ്ങേറ്റം വരെ. അപ്പൊ മനസ്സിലായില്ല. ലെഫ്റ്റ് എടുക്കല് കാണാം ചേട്ടാ. കാണാം. ഓക്കെ, ശരി, സന്തോഷം കണ്ടേ. ആരെന്ന് കണ്ടുപിടിക്കണല്ലോ. അവൻ വന്നാ? ദൈവമേ, അവന് വഴിതെറ്റി പോണേ. എന്താണ് നീ വന്നു കാണോ? അനക്കൊന്നും കേക്കാനില്ല. എന്നാലിപ്പ ആര്? ആരെയും കാണാനുമില്ല. വന്നില്ലെന്നാ തോന്നുന്നു. വർക്കായാ ദൈവമേ. എന്നാൽ അവനല്ലേ? ദൈവമേ, അവന് വഴി തെറ്റിയില്ല. കറക്റ്റ് ഇങ്ങോട്ട് തന്നെ വന്നു. ഇതെങ്ങനെ? കണ്ടിട്ട് തന്നെയാണ് വീടെന്ന് തോന്നുന്നത്. ബൈക്ക് ഞാൻ എവിടെയോ ഹലോ ഹായ്. ശിവാനിയുടെ വീടല്ലേ? അതെ, ശിവാനിയുടെ വീടാണ്. ഞാൻ ഷാരൂൺ. ഞാൻ കേശു. ഹായ് ബ്രോ. ആരാ? ഞാൻ ശിവാനിയുടെ ഫ്രണ്ടാ. ഏത് ഫ്രണ്ട്? എവിടുത്തെ ഫ്രണ്ട്? ചെന്നൈയിലുള്ള. ചെന്നൈയില്? ആ, അതിന് അവള് ചെന്നൈയിൽ നിന്ന് രാവിലെയാണല്ലോ വന്നത്. ഞാനിന്ന് രാവിലെ അല്ലേ എത്തിയത്? ഒരുമിച്ചാ? ഇല്ലല്ല, അത് കഴിഞ്ഞു. ഞാൻ ശിവാനിയുടെ ചേട്ടനാണ്. ചേട്ടനാ? അതെ. ഹായ് ബ്രോ. ഷാരൂൺ. ആ, പറഞ്ഞായിരുന്നല്ലോ. എന്തിനാ വന്നേന്ന് പറഞ്ഞായിരുന്നെങ്കിൽ. ശിവാനിനെ കാണാൻ. ബ്രോ ഇങ്ങോട്ട് വരുന്ന കാര്യം അവക്ക് അറിയൂ? ശിവാനിക്ക് അറിയില്ല. സർപ്രൈസ് ബ്രോ. സർപ്രൈസാ? ഫെബ്രുവരി സർപ്രൈസ്? ബ്രോ, ശിവാനിനെ ഒന്ന് വിളിക്കാവോ? വിളിക്കാം. ശിവാ, ശിവോ. ഓ, നിന്റെ ഒരു ഫ്രണ്ട് വന്നേക്കണ്. ഫ്രണ്ടാ? ഏത് ഫ്രണ്ട്? ഹായ്. ആരാ? ആരാ? എന്റെ സീനിയറാ, കോളേജിൽ പഠിക്കുന്ന ഷാരോൺ ചേട്ടൻ. ഹായ് ഷാരോൺ ചേട്ടൻ. അയ്യോ, എന്താണ് ഷാരോൺ ചേട്ടൻ ഒരു മുന്നറിയിപ്പില്ലാണ്ട് കേറി വന്നത്? എനിക്ക് ശിവാനിനോട് കുറച്ച് പേഴ്സണലായിട്ട് കാര്യം പറയാനുണ്ട്. പേടിക്കാതെ, കുഴപ്പമില്ല. എന്താടാ? കുടുംബം മുഴുവൻ എത്തിയല്ല. ഹായ് അമ്മൂമ്മ. ഷാരോൺ അമ്മൂമ്മ. ഷാരോൺ അമ്മൂമ്മയോ? അല്ല,
അമ്മുമ്മ ഷാരോൺ ചേട്ടൻ ഷാരോൺ. കോളേജിൽ എന്റെ സീനിയറാ. ഓ ഹായ്, ഞാൻ ലച്ചു, ശിവാനിയുടെ ചേച്ചിയാ. ഹായ് ചേച്ചി ഷാരോൺ. ഞാൻ ശിവാനിയുടെ അമ്മൂമ്മ. അമ്മൂമ്മേ ഷാരോൺ. ഞാൻ വന്ന് ശിവാനിയോട് കനകാന്റി. കനകാന്റി ഷാരോൺ. ഞാൻ ശിവാൻ ചേച്ചിയുടെ അനിയത്തി പാറു. ഹായ് പാറു ഷാരോൺ. ഷാരോൺ നീங்க തമിഴാ? പച്ച മലയാളി, ചെന്നൈയിൽ പഠിക്കുവന്നേ ഉള്ളൂ. അല്ല സീനിയർ എന്താ പെടുന്ന ഇങ്ങോട്ട്? അതെ ചേച്ചി, ഞാനേ ശിവാനിയുടെ നിന്ന് കുറച്ച് കാശ് കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ശിവാനി ചോദിച്ചപ്പോ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, അത് കൊടുക്കാൻ വന്നതാ. കാശ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ചെന്നൈയിൽ നിന്ന് ഇവിടെ വരെ വണ്ടി വിളിച്ചു വന്ന ശിവ, എന്ന് വന്നേ വാ. യവന് ശരിക്കും താളയ്ക്ക് ഓളം തന്നെ. വല്ലപ്പോഴും ഒക്കെ. എല്ലാപ്പോഴും അല്ല കുഴപ്പമില്ല. ഈ ഓൺലൈൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു, അതങ്ങ് ചെയ്താ പോരായിരുന്നു? മതിയാർന്ന്, പക്ഷെ എന്റെ കുറ്റബോധം സമ്മതിച്ചില്ല അതിന്. കുറ്റബോധോ? എന്തിനാ കുറ്റബോധം? ശിവാനി കാശ് തിരിച്ചു ചോദിച്ചപ്പോ എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, അതിന്റെ ഒരു കുറ്റബോധം. അത് മാത്രല്ല, പിന്നെ കുറ്റബോധം വന്നാലേ ഷാരോൺ ചേട്ടനെ പിടിച്ചാ കിട്ടൂല. കരച്ചിലായി, പിഴിച്ചിലായി, കാലിവീടലായി അല്ലേ? എന്നിട്ട് ഇപ്പൊ കരയണില്ലല്ലോ. ചേട്ടൻ ഞങ്ങള് നിൽക്കുന്നോണ്ട് കരയാതിരിക്കണ്ട. കുറ്റബോധം ഉണ്ടെങ്കിൽ കരഞ്ഞോ. പാറുവേ, ചേച്ചി കുറ്റബോധം ഉണ്ടെങ്കിൽ കരയുന്നത് നല്ലതാന്നാ കുഞ്ഞുപപ്പി പറഞ്ഞു. ആരാ കുഞ്ഞിപ്പാപ്പി? അവളുടെ കൂട്ടുകാരനാ, മഹാപണ്ഡിതനാ. ഒന്നും മിണ്ടായിരിക്കും. അപ്പൊ ശാരോണ എങ്ങനെ കാശ് കൊടുത്തിട്ട് നേരെ തിരിച്ച് ചെന്നൈയിലോട്ട് പോവല്ലേ അല്ലേ? അതെ അതെ അതെ. ഏയ് എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, നിങ്ങാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. പോരാത്തിന് എന്നോടത്തും വഴി തെറ്റിച്ചു വിട്ടെന്നേ. ആര്? ഏതോ ഒരുത്തൻ. ശിവാനി ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? കനകാന്റി കഴിക്കാൻ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? இருக்குப்பா, பிரேக்ஃபாஸ்ட் இருக்கு, உள்ள வாங்க, நான் தரேன். നന്ദി. എന്നാ പിന്നെ സീനിയർ ആത്തേക്ക് വാ. வந்தாട്ടെ. ശിവാനി ഒന്ന് വന്നു. എന്താണ്? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇയാള് പോയിട്ട് ഫുഡ് എടുത്ത് കഴിക്കാൻ നോക്കിയേ, എന്നിട്ട് നമുക്ക് ഇരുന്നൊന്ന് സംസാരിക്കാം. ആറ് മക്കളെ വിളിച്ചോണ്ട് പോടാ. വാ ചേട്ടാ. ആ പാറക്കുട്ടി, ഇവിടുത്തെ ഫുഡ് ആണ് നല്ലതാ? നല്ലതാ. പിന്നെ ഹോട്ടലല്ലേ, ഫുഡ് നല്ലതാണോന്ന് ചോദിച്ചിട്ട് കയറി പോയി. ആ ചെല്ലില്ലേ? ഷടാ, ഇയാളെന്താണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തേക്കണത്? സമാധാനം തരൂല. ശിവാനി കണ്ടു കാണൂ? ഇതാണില്ല. ആരെ നോക്കുവാ? ഹലോ ശിവാനി, ചെന്നൈന്ന് എപ്പോ വന്നു? 1.5 മാസമായി. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഇയാളെ കാണുന്നുണ്ടോ? അതെ, അതാരാ? ഏത്? അവിടെ വന്നില്ലേ? അതാരെങ്കിലും ആയിക്കോട്ടെ. സത്യം പറ, ഇയാളാണോ പുള്ളിയെ വഴി തിരിച്ചുവിട്ടെ? ഞാനല്ലല്ലോ. ഞാനല്ല, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ശിവന് തോന്നുന്നുണ്ടോ? ഞാനല്ല, സത്യമായിട്ട്. എന്നാലും അതാരാ? ഫ്രണ്ടാണോ? തന്നെ ഫ്രണ്ടാണ്. ഫ്രണ്ടാ? ദൈവമേ. അല്ല ഒന്നുമില്ല, ഫ്രണ്ടല്ലേ, കുഴപ്പമില്ലല്ലോ. അതിനിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം കേട്ടായിരുന്നല്ലോ. എന്താ? ശിവറോക്സിന്റെ കല്യാണം കഴിഞ്ഞു. എന്റെ പൊന്നെ, ഇതൊക്കെ ആര് പറിച്ചു വീണ്? പച്ചക്കള്ളം അങ്ങനെയൊന്നുമില്ല. പിന്നെ അതുമല്ല, എനിക്കൊക്കെ ആര് പെണ്ണേരാണ് ശിവാനിക്ക് അറിയാലോ. പിന്നെ இந்த உலகத்திலே எனக்கு ரொம்ப பிடிக்கும். വേണ്ട വേണ്ട വേണ്ടേ? വേണ്ട.
ഇവിടെ എങ്ങാനും കിടന്ന് കറങ്ങണത് ഞാൻ കണ്ട. മര്യാദയ്ക്ക് വണ്ടി എടുത്ത് പോക്കോ. അല്ല, ഈ മാസമെങ്കിലും എന്റെ മനസ്സ് വേദനിപ്പിക്കാതിരുന്നൂടെ? ഈ മാസം മനസ്സ് വേദനിപ്പിക്കട്ടെ. എന്ത് ഈ മാസത്തിന്? അല്ല, വാലന്റൈൻസ് മന്ത് ആണല്ലോ. വേണ്ട വേണ്ട വേണ്ട, ചെരുപ്പിടിക്കട്ടെ, നല്ലതല്ലേ. ഇട്, പൂ ചവിട്ടി അഴുക്കാക്കണ്ട. അപ്പം വെറും ഫ്രണ്ട് അല്ലേ? ഇതൊക്കെ എന്തൊക്കെ അറിയണോടോ? ഒന്നും അറിയണ്ട. ഇതാ വന്നു മാനസിക ഞാൻ വിട്ടോട്ടാ, പിന്നെ കാണാം. ശരി, ബൈ. കേശോ എന്താ എങ്ങനെയാന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, എന്നാലും ചോദിച്ചു പോവാണ്. എവൻ എങ്ങനെയാ അറിഞ്ഞത് നീ വന്ന കാര്യം? എനിക്കെങ്ങനെയാ അറിയണത്? നീ പോയി അവനോട് ചോദിക്ക്. ഓ ശിവ, ഞാൻ അറിയാത്തന്നെ ഞാൻ ചോദിക്കാണ്. നിന്നെ അന്വേഷിച്ച് ഈടായിട്ട് ഇവിടെ ആമ്പിള്ളാരുടെ വര കുറച്ച് കൂടുന്നുണ്ടല്ലോ. അയ്യോ, നിന്നെ അന്വേഷിച്ച് വരുന്ന പെമ്പിള്ളേർ അത്ര ഒന്നും ഇല്ല. അതൊക്കെ എന്റെ ഫ്രണ്ട്സ്. ഇതെന്റെ ഫ്രണ്ട്സ്. നിന്റെ കേശുവേ, നിന്റെ കയ്യിലിരിപ്പ് നിന്നെ കേട്ട് നന്നായിട്ട് എനിക്കറിയാം. നീ അത് പറയല്ലേ എന്റെ അടുത്ത്. നിന്റെ ഫ്രണ്ട് അവിടെ വന്നിരിക്കുന്നു, എന്നിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുക. ചേച്ചി, ഞാൻ പറയാന്ന് കേട്ടിട്ട് ചേച്ചിക്കൊന്നും തോന്നരുത്. എനിക്ക് വിഷമമുണ്ട് പറയാൻ, എന്നാലും ഞാൻ പറഞ്ഞു പോവാണ്. ഈ എവളുണ്ടല്ലോ, ഈ എവളൊരു കോഴിയാണ് ചേച്ചി. കോഴിന്റെ ചേച്ചി പടക്കോഴിയാണ് അവള്. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടില് പെടേനെയും പൂവനൊക്കെ മുട്ടിട്ട് നടക്കാൻ വയ്യ. അതിന്റെ ഇടയിലാ നിന്റെ അല്ല അനീതി. അപ്പൊ നിന്നെ കണ്ടല്ലേ പഠിക്കത്തുള്ളൂ. ചേച്ചി മാച്ചിനകത്ത് കാണിക്കണമെന്ന് കുഴപ്പമില്ല, പറയുമ്പോഴാ പ്രശ്നം. ഒച്ചേ, നീ ചെല്ല അങ്ങോട്ട്, അല്ലെങ്കിൽ ആ കനകേന്റെ ആ പയ്യനെ തീറ്റിച്ച് കൊല്ലും. ചേച്ചി, ആ വന്നവനല്ലേ അവളുടെ സീനിയർ, അവൻ എന്തോ ദുരുദ്ദേശമുണ്ട്. എന്താ ദുരുദ്ദേശം? അതെനിക്കറിഞ്ഞൂടാ, പക്ഷെ അവന്റെ ഉദ്ദേശം എന്തായാലും ശരിയല്ല. നീ എന്താ വിചാരിച്ചേ ഈ കോഴിത്തരമൊക്കെ നിങ്ങൾ ആമ്പിള്ളേർക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്നാ? കൈ മടക്കാൻ തന്നായിട്ടല്ല, ഇവിടെ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ കൈയും കാലം ഉണ്ടാവില്ല. വാ ഇങ്ങോട്ട്. ഒരു സടി മറ്റേവൻ, ഒരു സടി അവൻ. എന്ത് ചേട്ടാ, എന്തോ ചേട്ടൻ പാട്ട് പാടുവോ? പാട്ട് ചേട്ടൻ പാടില്ല. ചേട്ടൻ ഇപ്പൊ ഡാൻസ് കളിക്കുവോ? ഡാൻസ് കളിക്കും ചേട്ടൻ, ജിംനാസ്റ്റിക്സ് ചെയ്യും, പാർക്കർ ചെയ്യും ചേട്ടൻ. അപ്പൊ അതൊക്കെ ഇവിടെ വെച്ച് കാണിക്കാൻ പറ്റുമോ? അയ്യോ, ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, ചേട്ടൻ ഷോൾഡർ ഇഞ്ചുറി ആയിട്ടിരിക്കുക. തള്ളല്ലേ? അയ്യോ, തള്ളല്ല. ഐ ശിവാനി, ഫുഡ് കഴിച്ചു കഴിഞ്ഞാ? ഓ, കഴിച്ചു. അപ്പൊ ഇറങ്ങുമല്ലേ? അല്ല, എനിക്ക് ശിവാനിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ വെച്ചിട്ട് സംസാരമൊന്നും വേണ്ട, അതൊക്കെ കോളേജിൽ പോയിട്ട് കേട്ടോ. എന്താ ഏട്ടാ ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചോളെ? പിള്ളേരെ അറിയണ്ട. എന്താ ചേച്ചി? നീ അറിയണ്ടെന്നല്ലേ പറഞ്ഞ, പിന്നെ നിന്നാ? സത്യം പറ. അറിയണോ? എന്ത്? അല്ല, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവായിരുന്നല്ലേ. അപ്പൊ എങ്ങനെ പോവല്ലേ ഈ ചെന്നൈയിലോട്ടെ തിരിച്ചു പോവല്ലേ എന്ന്? അല്ല, തിരിച്ചു പോണം. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ തീരുമാനം അറിയാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് പ്രശ്നോടൊന്ന് ഫുള്ള് ദുരൂഹതയാണ്. അവന്റെ നോട്ടം ശരിയല്ല. അല്ല, ശിവാനി എന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാട്ടി തന്നില്ലല്ലോ. ഇയാളെന്ത് വീട് വാങ്ങാൻ പോണം? ശിവാനി, ഒന്നേ ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. എന്താണ്? ഇവിടെ വാ. സ്ഥലം ഞാൻ കൊണ്ടേ കാണിച്ചാ മതിയോ? എനിക്ക് ഇവിടുത്തെ സ്ഥലമൊക്കെ അറിയാം. ശിവാനി കൂടി വന്നാൽ കുറച്ചും കൂടി രസമായേനെ. എന്നാ പിന്നെ ഞാനും കൂടെ വരാം. പാറും കൂടെ വരും. പാർക്കുട്ടിയും വന്നോട്ടെ, ശിവാനിയും വന്നോട്ടെ, നമുക്ക് എല്ലാവരും കൂടി പോവാം. എനിക്കിന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതല്ലെങ്കിലും പണിയില്ലല്ലോ. ആണല്ലേ? പണിയില്ലെങ്കിൽ എന്താ, പണി തരാൻ വേണ്ടി ഓരോന്നൊന്ന് കയറിക്കൊള്ളുമല്ലോ. ഫണ്ണി ഗൈ. ഫണ്ണി. ശിവ, ഒരു കാര്യം ചെയ്യ്. ഷാരോണേ ഇവിടത്തെ പരിസരമൊക്കെ ഒന്ന് കൊണ്ടേ കാണിച്ചു കൊടുക്കും. പിന്നെ ഷാരോചേട്ടൻ വാ, നമുക്ക് പാറമടയൊക്കെ ഒന്ന് കണ്ടേച്ച് വരാം. ഓക്കെ, ഞാൻ കാണിച്ചു തന്നാ മതി. അതിന്റെ ആവശ്യമില്ല, ഞാൻ കാണിച്ചോളാം. ഷാരോചേട്ടൻ വാ. ഓ,
ചേച്ചി 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 ഇത് കണ്ട ഇത് എന്താ അതരപ്പടി മണ്ണികളി ഓറി ഓറി ഇവിടെ എങ്ങാനും കിടന്ന് വടക്ക് നോക്കി യന്ത്രം കളിച്ച സംശയരോഗം. ഒന്ന് പാടോ കഷ്ടം. ഓരോ വണ്ടികൾ ട്രെയിനും വിളിച്ച് എന്നെ ഇറങ്ങിക്കോളും. വിശക്കണ്ട ഫുഡുണ്ടോ? പൊന്ന് ശാരോണെ, എനിക്ക് അറിയാൻ പാടത്തോട് ചോദിക്കുവാണ്, ഇയാൾ എന്തിനാണ് കെട്ടി കെട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതല്ലേ? ശിവനെ കാണാൻ എന്നെ ചെന്നൈ വെച്ച് കണ്ടതൊന്നും പോരെ. നീ അവളെ തന്നെ കാണാൻ വേണ്ടിയാണ് തേണ്ടി നീ ഇങ്ങേറ്റം വരെ വന്നത്. ശിവക്കറിയാലോ എന്റെ അവസ്ഥ വളരെ മോശമാണ്. അതിന് ഞാൻ എന്ത് വേണം? ഇയാളുടെ കയ്യിലിരിപ്പ് കാരണമല്ലേ കണക്കായി പോയി. ഓ, കയ്യിലിരിപ്പ് ശരിയില്ലാത്തവനാണ്. എന്തായിരിക്കും എന്റെ കയ്യിലിരിപ്പ്? ശിവ ഒരു വാക്ക് പറഞ്ഞ ജീവിതം സെറ്റാവും. പറയല്ലേ ശിവാനി, പറയല്ലേ പ്ലീസ്, പറയല്ലേ, ഒരിക്കലും പറയല്ലേ ശിവാനി, പറയല്ലേ. അയ്യോ പറയല്ലേ പ്ലീസ്, പറയല്ലേ. ഒച്ച ഉണ്ടാക്കല്ലേ, പറയണ എന്തെന്ന് കേക്കട്ടെ. നീ എന്തിനാ ഇവിടെ വന്നത്? നീ എന്തിനാടാ ഇവിടെ വന്നത്? ഞാൻ ഈ ചേമ്പ് പറയിപ്പിക്കില്ല. സത്യം പറ, നീ അവര് പറയണ കേൾക്കാൻ വേണ്ടിയല്ലേ നീ ഇവിടെ വന്നത്? മിണ്ടാതിരുന്ന അവര് പറയണ എന്താണെന്ന് ഇവിടെ നിന്ന് കേക്കാം. ശിവക്കറിയാലോ എന്റെ അവസ്ഥ വളരെ മോശമാണ്. അതിന് ഞാൻ എന്ത് വേണം? ഇയാളുടെ കയ്യിലിരിപ്പ് കാരണമല്ലേ കണക്കായി പോയി. ശിവ വിചാരിച്ചാലേ കാര്യങ്ങൾ നടക്കൂ. വിചാരിച്ചാലോ വിചാരിക്കല്ലേ ശിവാനി. ഇവിടെ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നേ, കണ്ടിന്യൂഷൻ പറ. അതാണ് ശിവാനി എന്തോ വാക്ക് പറഞ്ഞാലേ അവന്റെ ജീവിതം രക്ഷപ്പെടുള്ളൂ പറഞ്ഞു. ഏത് വാക്ക്? ആ ഇതുവരെയായിട്ടും പറഞ്ഞില്ലടാ, പറഞ്ഞില്ല. ശിവാനി എന്നെ കൈവിടരുത്. ശിവാനി കൈവിട്ട് എന്റെ ജീവിതം തകർന്നു പോകും. നിന്റെ ജീവിതം ഞാൻ നിന്റെ ജീവിതം തകരട്ടെ, ഇല്ലെങ്കിൽ ഞാൻ തകർക്കാനാണ്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അളയാന്ന് വിളിക്കല്ലെന്ന്. കുത്തിഞ്ഞേ പിടിച്ച് മാറ്റാ കാറിക്കൊണ്ടിരിക്കാൻ യവൻ നമ്മുടെ അതെ ശിവന് വട്ട. നീ എന്താ ഇവിടെ? അത് ഞാൻ ശിവാനിയെ രക്ഷിക്കാൻ വേണ്ടി വന്നേ ചേച്ചി. രക്ഷിച്ചാ? രക്ഷിച്ച്. ചേച്ചി ചോര് ചേച്ചി അങ്ങോട്ട് ചോര്. ഞാൻ എന്തോ ഇവ എന്തിനാ ചെന്നൈ ബാഗ് കൊടുത്ത് ഇവിടെ വന്ന ചോര് ചേച്ചി? ചോര് ചേച്ചി, അവന് ഞാൻ കൊടുക്കോ ചേച്ചി കൊടുക്കണോ? ഞാൻ കൊടുത്തോളാം, നിനക്ക് ഞാൻ തരാം. പറഞ്ഞേ മറക്കല്ലേ. എന്റെ പൊന്നെ, ഈ ഷാരോൺ എന്ന് പറയുന്ന പയ്യനുണ്ടല്ലോ, ഇവളുടെ കോളേജിലെ സീനിയർ ആണ്. അത് നമുക്കറിയാം. അറിയാം. നിനക്കറിയായിരുന്നോ? എനിക്കറിയില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി വാക്കരുത്.
ഈ വേട്ടാവളിയൻ ഇവിടെ ജൂനിയേഴ്സിനെ റാഗ് ചെയ്ത് അത് ഇവിടെ ചെന്ന് കംപ്ലൈന്റ് കൊടുത്തു കോളേജിൽ. ഇപ്പൊ സസ്പെൻഷനല്ല, ചോദിച്ചു നോക്ക്. ഇവിടെ ആ കംപ്ലൈന്റ് പിൻവലിക്കാതെ ചെക്കന് പരീക്ഷ എഴുതാൻ പറ്റൂല. കാല് പിടിക്കാൻ വന്നതാ പിൻവലിക്കാൻ. കംപ്ലൈന്റ് പിൻവലിക്കുകയും ചെയ്യരുത്. പരീക്ഷ എഴുതണ്ട. ഇമാര് വൃത്തിയോട്ടമാര് നീ പെമ്പിളെ റാഗിയോടാ പറ്റിപ്പോയെന്ന്. ഇവിടെ നില്ല കേട്ടാ. കരഞ്ഞ് കാലെ പിടിച്ച് മാപ്പ് പറയാനാടാ നീ ഇത്രയും ബിൽഡപ്പെട്ട് വന്നത്? പറയിപ്പിക്കാനായിട്ട് അലവലാതി. ശിവ, എന്നെ കൈ ഒഴിയരുത്. ഒരാളുടെ ജീവിതമാണ്. കാലെ പിടിച്ചിട്ടാ കൈ ഒഴിയെന്ന് പറഞ്ഞ കയ്യെ പിടിച്ചിട്ട് പറയടാ കൈ ഒഴിയില്ലെന്ന്. കൈ ഒഴിയരുത്. ചേച്ചി ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കറിയാം. എന്തെങ്കിലും തീരുമാനം എടുത്ത് പറഞ്ഞു വിട്. വിട്. ക്ഷമിച്ചു വിട്. ഓട്ടെ. ക്ഷമിക്കരുത് ശിവാനി, ക്ഷമിക്കരുത്. ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ലീവ് കഴിഞ്ഞ് കോളേജിലേക്ക് വരുമ്പോഴത്തേക്കും പരാതി പിൻവലിക്കാം. താങ്ക് യു. പക്ഷേ ഇനി കോളേജിൽ കിടന്ന് ഷോ എല്ലാം ഇറക്കിന്ന് ഞാൻ അറിഞ്ഞ നമ്മൾ ഒരു വരവും കൂടെ അങ്ങോട്ട് വരും. അല്ല കേശവളിയാ? നീങ്ങ വാ. ഞാൻ വിളിക്കാം. ഇവിടെ ഇരിക്കാം. ചക്കരിങ് വാ. വേണ്ട. പൊന്നുമോനിങ് വാ. വീട്ടിൽ പോടാ. ഇറങ്ങിക്കോ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. അപ്പൊ ഞാനും പോട്ടാ. വാടാ. ചേച്ചി പോട്ടെ. ഓക്കെ, ബൈ ബൈ. മനുഷ്യനല്ലേ പിള്ളേ, പ്രവർത്തം പറ്റാതിരിക്കുവോ? Kerala Matrimony.